കുറച്ചു കാലം മുമ്പ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ കുംഭമേളയിലെ വൈറൽ താരവും അതുപോലെ തന്നെ ഒരു സംവിധായകനുമായിട്ടൊരു കല്യാണം, അതുപോലെ തന്നെ കേരള സ്റ്റോറിയുടെ തനിപ്പകർപ്പാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ അതൊക്കെ ഇലക്ഷന് മുൻപാണ്. ഇലക്ഷനിൽ തോറ്റപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേര് മാത്രം ഇപ്പം ഇങ്ങനെ നിന്നിട്ട് അഴിയല്ല ഇങ്ങനെ അട്ടം നോക്കി നിൽക്കുന്നു. കാരണം എന്താ അറിയാം, അന്ന് ഇവരെല്ലാവരും കൂടിയിട്ട് ആർഭാടപരമായിട്ട് ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ രാജ്യം മുഴുവൻ നടുങ്ങുന്ന രീതിയിലുള്ളൊരു വിവാഹം നടത്തി. എല്ലാവരും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ കയറിയിട്ട് എന്നാൽ ഇവറ്റകൾക്ക് വല്ല ജീവിതമാർഗവും കൂടി ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഈ ഉണക്ക സംവിധായകന് വല്ലതും കിട്ടുമോ? ഒരു സിനിമ തന്നെ ഇവിടെ ഇറങ്ങിയിട്ടില്ല, എന്നിട്ടാ ഇവന് വല്ലതും കിട്ടുക? ആ പെണ്ണ് എങ്ങനെയല്ലോ കൂടിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുന്നത്, എന്നാൽ അതും നിർത്തിച്ചാർന്ന്. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു വീട്ടിലേക്ക് അങ്ങ് മാറി. പിന്നീട് കേസുകളും കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം നടത്തി കൊടുത്ത പാർട്ടീസൊക്കെ ഭംഗിയായിട്ട് തോക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ഇവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ദാരിദ്ര്യത്തോട് ദാരിദ്ര്യമാണ്. ആ കുട്ടിയാണെങ്കിൽ ഓൾറെഡി ദാരിദ്ര്യത്തിൽ നിന്നാണ് നല്ലൊരു ഇതിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് ദാരിദ്ര്യത്തിലാണ്. എന്താ കാരണം? ആരാ കാരണക്കാര്? കേരളത്തിലെ കുറെ ആൾക്കാർ തന്നെ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസോ മാർക്സിസ്റ്റോ അല്ലെങ്കിൽ BJP ഒന്നുമല്ല. പക്ഷെ അന്നത്തെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില പ്രതികാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ടാൾക്കാർ ഉപയോഗിച്ചെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കണമെങ്കിൽ ഇവന്മാർക്ക് അങ്ങ് കല്യാണം കഴിച്ചാൽ പോരെ. ഇതെന്തിനാ ഒരു നാടകം? ഒരു നാടിനെ പറയിക്കാൻ വേണ്ടിയിട്ട് അയ്യോ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ ചെയ്യേ, അയ്യോ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ലേ, ഇങ്ങനെ ഒരു നാടകമൊക്കെ പറഞ്ഞ് കേരളത്തിൽ വന്നിട്ട് കല്യാണം കഴിച്ചിട്ട് എന്താ നേടിയത്? ഇപ്പോഴും പട്ടിണിയും ദുരിതമാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് മുഴുവൻ മാധ്യമത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കെട്ടി കരിയ. അതായത് പട്ടിണിയാ പോലും. ഇപ്പൊ പൈസയില്ല, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ മധ്യപ്രദേശ് പോലീസ് ഇങ്ങനെ റോന്തി എത്തുന്നോലും വീട്ടിന് ചുറ്റുമായിരുന്നു. അവരെന്തിനാണ് ചുറ്റുന്നത്? അല്ല, അവരെന്താ വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ട്, അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള ഒരുപാട് മാധ്യമങ്ങളും ആൾക്കാരൊക്കെ കാണിച്ചത് വലിയ തെണ്ടിത്തരം തന്നെയാണ്. അതായത് ഒരാളെപ്പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ ഏതാണ്, അവൻ എന്താണ്, അവൻ എന്തെങ്കിലും ജോലിയുണ്ടോ? ഒരു ജോലിയും കുന്തോ ഇല്ലാതെ ഏതോ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനൊക്കെ ആരെങ്കിലും പെണ്ണ് കെട്ടിച്ചു കൊടുക്കോളോ? ആരെങ്കിലും പെണ്ണ് കെട്ടിച്ചു കൊടുക്കോ? എന്തെങ്കിലും ഒരു ജോലി, ഒരു ഹോട്ടൽ പണിയാണെങ്കിലെങ്കിലും ഒരു ജോലിയാണ്. അത് സ്ഥിരമായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നതാണ്. പക്ഷെ ഇവനൊക്കെ എന്തർത്ഥത്തിലാണ് ഇവനൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെയുള്ള കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഇതെന്തോ ഒരു കേരള സ്റ്റോറിന്റെ മറ്റേ സ്റ്റോറിയാന്ന്, അല്ലെങ്കിൽ ആ സ്റ്റോറി എടോ അത് സിനിമയാന്ന്. ഇവിടെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ടീമുകളുണ്ട്. പറഞ്ഞാലും മനസ്സിലാവില്ല. അതൊരു സിനിമയാന്ന്. അവിടെ ബീഫ് തിന്നോ അല്ലെ പന്നി തിന്നോ എന്തോ ചെയ്യട്ടെ, അതൊരു സിനിമയല്ലേ. ആ സിനിമേന്റെ ഇടയിൽ വന്നിട്ട് എങ്ങനെയല്ലോ കൂടിയിട്ട് ആ പെണ്ണൊന്ന് വൈറലായി. ആ ബോച്ചെ വിളിച്ചിട്ട് ഒരു ഉദ്ഘാടനവും ഇച്ചിരി തുകയും കൊടുത്തു. അതുപോലെ തന്നെ പലരും വിളിച്ചിട്ട് ഒരു ഉദ്ഘാടനവും ഇച്ചിരി തുകയും കൊടുത്തു. ആ അച്ഛനെയും അമ്മയെയും ഒരു നല്ല വീട്ടിലൊക്കെ സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന്റെ വകയൊരു പ്രേമ നാടകം. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണം. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ അങ്ങ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കല്യാണവും നാടകവും ഇതെല്ലാം നടത്തിയിട്ട് എന്താ നേടിയത്? ആ ശരിയാണ്, അവൻ നല്ലൊരു പഠിത്തം നല്ല ജോലിയൊക്കെ പോകുന്ന ഒരുത്തനാണെങ്കിൽ ഒരു മാന്യതയുണ്ട്. ഇത് എന്നിട്ട് ഇപ്പോഴും പറയാവില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഈ കല്യാണം കഴിപ്പിച്ചവരെ മുഴുവൻ പോയിട്ട് വേണമെങ്കിൽ ചെലവിനും കൊടുക്ക്. അതല്ലേ നല്ലത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ജോലിയും കൂലിയും ഇല്ലാതെ ഒരുത്തിന് പിടിച്ചിട്ട് കെട്ടിച്ചു കൊടുത്തിട്ട് ഞങ്ങളാണ് ഇവിടെ ഭയങ്കര എന്ത് മാങ്ങാത്തൊലിയായിരുന്നു. ഒരു നാട് ഇപ്പൊ മധ്യപ്രദേശ് എന്ന് പറഞ്ഞ ഒരു നാടാണ്, ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് അവരുടെ ബന്ധുക്കൾക്കോ ആൾക്കാർക്കൊക്കെ ഒരു ഇതുണ്ടാകും. അത് എല്ലാ സ്ഥലത്തും ഉണ്ടാകും. ഈ പറയുന്നവരെ മക്കൾ ആരെങ്കിലും പോയിട്ട് മധ്യപ്രദേശുകാരനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ വിടുവോ? അത് പറയാറുണ്ട്. ഒരാൾ പോലും പെടത്തില്ല. ഇവിടെ കിടന്ന് നാടകം കളിക്കാൻ എല്ലാവർക്കും പറ്റുമായിരുന്നു, എല്ലാവർക്കും കഴിയുമായിരുന്നു. ഇങ്ങനെയുള്ള നാടകങ്ങൾ കളിക്കുക. ഇല്ലേ പിന്നെ അവന് ചോറ് കൊടുക്കുക. അവൻ ഇന്ന് ഉള്ള മാധ്യമങ്ങളിൽ മുഴുവൻ അവൻ പറയാതെ പറയുകയാണ്, ഞാൻ പെട്ടുപോയായിരുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്, ദാരിദ്ര്യമാണ്, പണമില്ല, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, പണിയെടുക്കാൻ. എന്ത് പണിയവനുള്ളത്? അല്ല ഇവൻ എന്തെങ്കിലും പണിയുണ്ടാ? സാധാരണ ബംഗാളികൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള പണി തന്നെയായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല. ഒരു പണിയില്ലാണ്ട് എന്തോ സെലിബ്രേറ്റ് ചെയ്യാന്നോ, എന്ത് സെലിബ്രേറ്റ് ചെയ്യാണെന്നോ? ഇതൊക്കെ പറ്റിക്കലാണെന്നേ. അതറിയാം. ആ പെണ്ണിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചു, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അതിനൊരു നല്ല ജീവിതം ഉള്ളത് അതില്ലാതാക്കി. ഇനിയിപ്പോൾ ഒരു 10, 25 വയസ്സ് 30 വയസ്സാകട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി പൈസയും കാര്യങ്ങളൊക്കെ കയ്യിൽ വരുന്നതാണ്. അതിന് വിദ്യാഭ്യാസവും ഇല്ല. അങ്ങനെയുള്ള അതിനെ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങ് കല്യാണവും നടത്തി കൊടുത്തു. എന്തിനാ ഏറ്റെടുക്കുന്നത്? ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇവിടെ എനിക്ക് കല്യാണം കഴിക്കണം, ഇവിടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനി ഇതെന്താ ഏറ്റെടുക്കാൻ? എന്ത് ചെയ്ത് ഇതാ പലേരിക പറഞ്ഞ അവരവരുടെ മാതാപിതാക്കൾക്ക് ഓരോ ഇതുണ്ടാവില്ലേ?
അവിടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ അവരവന് അനുഭവിച്ചോളാം. അതെന്ന പാട്ട് പാടണ. അവിടെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ബാംഗ്ലൂരുണ്ട്, അല്ലെങ്കിൽ എന്നാൽ തമിഴ്നാടുണ്ട്, കേരളമുണ്ട്, ഇവിടെ എടുക്കുമ്പോൾ ജീവിച്ചാൽ പോരെ. ഇത് വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയിക്കുക. അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ടാ കേരളത്തിൻ്റെ മഹത്വം മാങ്ങാ തൊലിയായിട്ട് ഉള്ളത്, കേരളത്തിൻ്റെ മഹത്വം ഇവരെല്ലാവരും കൂടിയിട്ട് ഉള്ള മഹത്വം കൂടി കളയാ ഇതെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇനിയും തന്നെ ആരെങ്കിലും കല്യാണം കഴിപ്പിച്ച് അയക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, അല്ലെങ്കിൽ പിന്നെ അവൻ എന്തെങ്കിലും ഒരു ജോലി ആക്കി കൊടുക്കുക. അല്ലാതെ എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു പട്ടിണി പാവങ്ങളായി പിലിപ്പത്. ഒരു അപ്പാവികൾ വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഏതോ റൂമിൽ കിടന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ അട്ടം നോക്കി കിടക്കല. ആലോചിച്ച് നോക്കുക നിങ്ങൾ, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ. ഇവിടെയുള്ള കുറേ ആൾക്കാർ അവരെന്ന് പറയുന്നത് ഏതായാലും അവർ ഒന്ന് വൈറലാകാൻ വേണ്ടി നോക്കി. അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും എയറിലായിട്ടാണ് ഉള്ളത്. വൈറലാകാൻ വേണ്ടി നോക്കിയിട്ട് എയറിലായ ടീമുകളാണ്, അതറിയങ്ങൾ. അപ്പം അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് ആ ഒരു ഫാമിലി ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കൂടി കൊടുക്കുക. ഇലക്ഷന് തോറ്റു എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം തന്നെ നിങ്ങൾ എല്ലാവരും ഓടിയില്ലേ, ഒരാൾ പോലും പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അതാ സംഭവമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കേരള സ്റ്റോറിക്കാരെ പൊട്ടിക്കാനാണെങ്കിൽ അവന്മാർ സിനിമ ഇറക്കി അവന്മാരുടെ പൈസയും കൊണ്ട് അവന്മാർ പോയി. ഇനിയും നമ്മളിപ്പോൾ കേരള സ്റ്റോറി എന്ത് വാങ്ങാത്തൊലിക്ക് കേരള സ്റ്റോറി പറയുന്നത്. കേരള സ്റ്റോറി അതിൻ്റെ വഴിക്ക് പോയില്ലടോ. പിന്നെ ഇവിടെ കിടന്നിട്ട് വീണ്ടും ആ സ്റ്റോറി എന്ന് പറയേണ്ട ആവശ്യമുണ്ടാ? എടോ, ജീവിതവും സിനിമയും തമ്മിൽ രണ്ടും രണ്ടാണ്. അത് നിങ്ങൾ പഠിക്കുക. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറേൻ്റെ മുന്നിൽ അഭിനയം മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ നമ്മൾ ജോലി ചെയ്യണം, കാശുണ്ടാക്കണം, അടുപ്പിൽ തീ പോകേണ്ടത് നല്ലോണം ജോലി ചെയ്യണം. അതായത് 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടി വരും. അല്ലാതെ വിപ്ലവം പറഞ്ഞ് മറ്റേ ഇതും പറഞ്ഞ് നടന്നു കഴിഞ്ഞാലും പോകത്തില്ല. മനസ്സിലാക്കുക നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ആ 2 പേര് ശരിക്കും പെട്ടിട്ടുള്ളത്. അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ അതിലേറെ പരിതാപകരമാണ്. നല്ലൊരു ജീവിത സ്വപ്നം കണ്ട അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവർക്കും വലിയ വിഷമം തന്നെയാണ്. അതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് ഈർക്കളി ആൾക്കാർ മാത്രമാണ്. അതിനേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇവരുടെയൊക്കെ ജയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ടോ ഈ 2 പേരെ ഇവരെല്ലാവരും കൂടി ബലിയാടാക്കി എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജോലി വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവരിങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരൊരു ജോലിക്കും പോകാൻ കഴിയുന്നില്ല, ദാരിദ്ര്യമാണ്, പൈസയില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ടാണ് വന്നതാണ്. അല്ലാതെ എത്ര ആൾക്കാരുടെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇതെന്താ കല്യാണം കഴിച്ചിട്ട് ഇവന് വേറെ ആയിരിക്കും പോയിട്ട് ഇങ്ങനെ താമസിച്ചൂടെ? ഇത് വലിയ സംഭവമാകുക. ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുകയും ചെയ്തു. അതായത് അതിലൂടെ വരുന്ന കുറച്ച് ഈ പേരും ഒരു പെരുമയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വരും എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ അതൊന്നും അല്ല വന്നത്. വന്നത് അവിടെ നിന്നുള്ള പോലീസാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രായപൂർത്തിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട്. അതൊക്കെ ഇപ്പം എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇതുപോലെ പോയിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും വിഷമങ്ങളൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ പറയുമ്പോഴേക്ക് കെട്ടാനൊന്നും നിൽക്കല്ലേ. കാരണം അവർക്കൊന്നും പെമ്മക്കളുണ്ടെങ്കിൽ അവർ സമ്മതിക്കത്തൊന്നുമില്ല. ഇത് ആരാൻ്റെ അമ്മക്ക് ബളാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ചിരിക്കാന്ന് പറഞ്ഞ പോലെയാണ്. ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടാ വീഡിയോ.